മറ്റുള്ളവർക്ക് ഉപകാരവും സഹായകരവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നന്മ ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും അത് ആഗ്രഹിക്കുന്നു. എന്നാൽ നല്ല ദാനവും എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് അഥവാ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതായത് നല്ലവൻ എന്ന വാക്കിന് അർഹതയുള്ളവൻ ദൈവം മാത്രമാണ്. ഈ ദൈവം എല്ലാ മനുഷ്യരും നല്ലവരും നന്മ ചെയ്യുന്നവരും ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ആദാം എന്ന ഏക വ്യക്തി ചെയ്ത തെറ്റിലൂടെ സകല മനുഷ്യരും പാപത്തിന് കീഴിലായി. അതോടുകൂടി തിന്മയും വ്യാപരിക്കുവാൻ കാരണമായി എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. ഈ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകൻ എന്നറിയപ്പെടുന്ന കയ്യീനോട് ദൈവം നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും മുന്നറിയിപ്പ് കൊടുത്തതായി ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ വേദഭാഗം ഇവിടെ ഉദ്ധരിക്കട്ടെ. കയ്യീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. അപ്പോൾ കർത്താവ് കയ്യീനോട്, നീ കോപിക്കുന്നത് എന്തിനെ? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ തിന്മ ചെയ്യുന്നു എങ്കിൽ അഥവാ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ അതിജീവിക്കണം എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 4:6-7 വാക്യങ്ങൾ. എന്നാൽ കയീൻ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞു. സ്വന്തം സഹോദരനോട് കയർത്തു, അവനെ കൊന്നു. സെയിൻറ്റ് പോളിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. റോമർ 7:18-20 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ. അതാണ് സെയിൻറ്റ് പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്മ ചെയ്യുക, നല്ലവനാകുക എന്ന് പൊതുവെ പറയാറുണ്ട്. മതങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് ആദ്യം നല്ലവനായി തീരുക, എന്നിട്ട് നന്മ ചെയ്യുക. നല്ലവനാകുവാൻ സ്വയപരിശ്രമത്താൽ ആർക്കും കഴിയുകയില്ല, കാരണം പാപം തന്നെ. അതുകൊണ്ട് പാപത്തിന് സമ്പൂർണമായ പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സകല മനുഷ്യരുടെയും പാപത്തിന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ ബലിയിലൂടെ പരിഹാരമായി, ആട്ടുകൊറ്റന്മാരുടെയും പക്ഷിക്കിടാങ്ങളുടെയും രക്തത്താലല്ല, ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അഥവാ പാപപരിഹാരം സാധ്യതമായി. എബ്രായർ 9:12. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനാൽ അതിൻ്റെ ഉറപ്പും നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആർക്കും ഈ സത്യം വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നു. അവരെ ദൈവത്തിൻ്റെ മക്കളായി ദൈവം അംഗീകരിക്കുന്നു. അവർ തീർച്ചയായും നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. അതിന് ദൈവം പ്രതിഫലം നൽകുമെന്ന് ബൈബിൾ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. വ്രണങ്ങൾ നിറഞ്ഞ ഒരാളുടെ കയ്യിൽ എത്ര നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നാലും അത് സ്വീകരിക്കുവാൻ നമുക്ക് പ്രയാസം തോന്നുമല്ലോ. അതുപോലെ തന്നെയാണ് പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന ഒരാൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ബലിമരണം എൻ്റെ പാപപരിഹാരത്തിനായിട്ടാണ് എന്ന് വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുക. തുടർന്ന് ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. അല്ലാതെ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് ഒരുപക്ഷെ ഇവിടെ അംഗീകാരം കിട്ടിയേക്കാം. ദൈവത്തിന് അത് പ്രസാദമാകുകയില്ല. കയീനെ പോലെ ഏറ്റവും വലിയ തെറ്റിലേക്ക് വഴുതിയിടുവാനും ഇടയായേക്കാം. അങ്ങനെ ആകാതിരിക്കട്ടെ. നല്ലവരായി നന്മ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. നന്മകൾ നൽകിയ നാഥ, നന്ദിയോടണഞ്ഞിടുന്നേ. നന്മകൾ നൽകിയ നാഥ, നന്ദിയോടണഞ്ഞിടുന്നേ. നിൻ നാമം വാഴ്ത്തിടാൻ, നിൻ പാദം കുമ്പിടാൻ നന്ദിയോടണഞ്ഞിടുന്നേ.